ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വന്യർബാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി നാം ഏവരും ഒരു കഷ്ടാനുഭവത്തിൻ്റെ നാളുകളിൽ പങ്കപ്പാടിൻ്റെ നാളുകളിലേക്ക് പങ്കാളികളാകുവാൻ തക്കവണ്ണം എത്തിച്ചേർന്നിരിക്കുന്ന സുദിനങ്ങളിലാണല്ലോ ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. എൻ്റെ കർത്താവ് അനുഭവിച്ച കഷ്ടതകൾക്ക് ജീവനും ഫലവും ഉണ്ടാകുന്നതിൻ്റെ ഒരു വലിയ ചിന്താധാരയാണ് നാം ഇന്ന് കാണുന്ന ഒരു ക്രൈസ്തവ സമൂഹം എന്നുള്ളത്. എന്തിനു വേണ്ടിയാണോ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് തൻ്റെ ജീവനെ മറുവിലയായി നൽകിയത്, ആ ജീവിതത്തെ സാക്ഷാത്കരിക്കുവാൻ തക്കവണ്ണമാണ്. നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം ഒരു സാക്ഷ്യമായി ജീവിക്കേണ്ടത്. ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിത സാക്ഷ്യങ്ങൾക്ക് പലതരത്തിലുള്ള മാനങ്ങൾ കൽപ്പിച്ച് നാം അതിന് വ്യാഖ്യാനവും നാം അതിന് വിശദീകരണവും നൽകി ജീവിതത്തെ നോക്കിക്കാണാറുണ്ട്. ഇതുപോലെയായിരുന്നു പഴയ നിയമ ഇസ്രായേലിൽ യഹൂദജനവും. ന്യായപ്രമാണത്തെ സ്വന്തം താല്പര്യങ്ങൾക്ക് വ്യാഖ്യാനിച്ച് ജീവിതത്തെ അതിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഒരു സായുജ്യമടഞ്ഞിരുന്ന ഒരു സമൂഹം. യഹോവയായ ദൈവം ഏതുദ്ദേശത്തോടു കൂടി സ്വന്തം ജനതയെ വാർത്തെടുത്തുവോ ആ ജനത തമ്പുരാന്റെ താല്പര്യങ്ങൾക്കും തമ്പുരാന്റെ ഇഷ്ടങ്ങൾക്കും ഇടം കൊടുക്കാതെ സ്വന്തമായ ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഇടം കൊടുത്ത യാത്രകൾ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഏകജാതനായ പുത്രന്റെ കാൽവറിയിലെ ക്രൂശ് മരണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ദർശിക്കുന്നുണ്ട്, യഹോവയായ ദൈവം മനുഷ്യനോടുകൂടെ നടക്കുവാൻ വന്ന കാലം. വെയിലാറിയപ്പോൾ ദൈവം മനുഷ്യനോടുകൂടെ നടക്കുവാൻ, സൗഹൃദം പങ്കിടുവാൻ, വർത്തമാനങ്ങൾ പറയുവാൻ, ആശയങ്ങൾ വിനിമയം ചെയ്യുവാൻ തൻ്റെ സൃഷ്ടിയോട് ചേർന്ന് നിന്ന് നടന്ന ഒരു ദൈവം തമ്പുരാനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പരിചയപ്പെടുന്നുണ്ട്. വീണ്ടും ദൈവം ചോദിക്കുന്നുണ്ട്, മനുഷ്യനെ തേടിയുള്ള യാത്രയിൽ ദൈവം ചോദിക്കുന്നു, നീ എവിടെ? നീ എവിടെയാണ് ഇന്ന് നിൽക്കുന്നത്? നമ്മുടെ പൂർവിക പിതാവായ ആദാമിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്, നീ എവിടെ? തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ആദാം ഒരു ഉത്തരം പറയുന്നുണ്ട്. പക്ഷെങ്കിൽ
ദൈവത്തിൻ്റെ ചോദ്യം ഇന്നും മാറ്റൊലി കൊള്ളുകയാണ്. ആത്മീയതയുടെ ഒരു വലിയ തേരോട്ടത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ചോദ്യം ഹൃദയത്തിൻ്റെ ഏതെല്ലാം തലങ്ങളിൽ മാറ്റൊലി കൊള്ളുന്നു എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ആദമേ, നീ എവിടെ? കുറച്ചുകൂടി കഴിയുമ്പോൾ ആദമിൻ്റെ 2 മക്കളും അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കഴിയുമ്പോൾ കയീനോട് ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? ദൈവത്തിൻ്റെ ചോദ്യങ്ങളാണ്. നിന്റെ സഹോദരൻ എവിടെ? നീ എവിടെ എന്ന് കയീന്റെ പിതാവിനോട് ചോദിക്കുന്നു. കയീനോട് ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? ഇതിനും ചില ഉത്തരങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരണം വന്ന് സംഭവിക്കുമ്പോഴും ഈ ചോദ്യങ്ങൾ മാറ്റൊലി കൊള്ളുകയാണ്. ഒരു വിരുന്ന് വഴി ഒരു വലിയ ഭോജനം കഴിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് പലരെയും ക്ഷണിക്കുന്നുണ്ട്. ഒരു വലിയ വിരുന്നിലേക്ക് ക്ഷണിക്കുവാൻ തക്കവണ്ണം യജമാനൻ ആഗ്രഹിക്കുകയാണ്. വേണ്ടുന്ന വിഭവങ്ങളെല്ലാം ഒരുക്കി വെച്ചു. ബന്ധുക്കാരെ, സുഹൃത്തുക്കളെ, അവരുടെ ജീവിതത്തിൽ അവനോട് ബന്ധമുള്ള ഏറ്റവും അടുപ്പമുള്ളവരെ ഈ വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. വന്ന് ഈ വിരുന്ന് പ്രാപിച്ചുകൊള്ളണം. പക്ഷെങ്കിൽ ഉത്തരം നൽകുന്നത് മറ്റൊന്നാണ്. ഞാൻ കുറെ നിലം വാങ്ങി അത് നോക്കുവാനായിട്ട് പോകണം. രണ്ടാമത് പറയുന്നു, കുറെ കാളയെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വീണ്ടും ചോദിക്കുന്ന വ്യക്തിയോട് പറയുന്നു, ഞാൻ വിവാഹം കഴിച്ചതേ ഉള്ളൂ. വിരുന്നുശാലയിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യതയുണ്ടായിട്ടും ദൈവവിളിയും നിയോഗവും ഉണ്ടായിട്ടും ക്ഷണമുണ്ടായിട്ടും സ്വന്തം താല്പര്യങ്ങൾക്ക് ഇടം കൊടുത്ത് വിരുന്നുശാലയെ അവഗണിച്ചു പോകുന്നവർക്ക് നീ എവിടെ എന്ന ചോദ്യത്തിന് ഒരു വലിയ ഉത്തരം സ്വയം ആത്മബോധത്തിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ കഴിയും. ക്ഷണിക്കുവാൻ വിട്ടവർ ക്ഷണിക്കുന്നുണ്ട്, തിരികെ വന്ന് മറുപടിയും കൊടുക്കുന്നുണ്ട്. യജമാനൻ വളരെയധികം കോപിഷ്ഠനായി നിന്നുകൊണ്ട് വിരുന്നുശാല വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, യോഗ്യതയുള്ളവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. പക്ഷെങ്കിൽ തെരുവീതിയിലിരിക്കുന്നവർക്കും അംഗഹീനർക്കും മുടന്തർക്കുമായിട്ട് വീണ്ടും ആ വിരുന്നുശാല തുറക്കപ്പെടുകയാണ്. ക്ഷണിച്ച ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി അവിടെയുള്ളവരെ ക്ഷണിക്കുവിൻ. ഒരുപക്ഷെങ്കിൽ സഹോദരനായി, സുഹൃത്തുക്കളായി, ഏറ്റവും വേണ്ടപ്പെട്ടവരായി കണ്ടവരെയാണ് യജമാനൻ പറഞ്ഞുവിട്ടത് ക്ഷണിച്ചു കൊണ്ടുവരുവാൻ. ഈ സഹോദരങ്ങളും വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളുമായവർ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ആ വലിയ ക്ഷണം നിരസിച്ചപ്പോൾ സഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയ സ്ഥാനത്തേക്ക് വിളിച്ചെടുപ്പിക്കുന്ന ഒരു പറ്റം ജനതയെ നമുക്ക് ആ വിരുന്നുശാലയിൽ കാണാൻ കഴിയും. നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പുതിയ മാനങ്ങൾ കണ്ടെത്തി ഇതിനുത്തരം ലഭിക്കുവാൻ നമുക്ക് ഈ കഷ്ടാനുഭവ ആഴ്ചകളിൽ നമുക്ക് ഇടയാകണം. നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നവർ നമുക്ക് വല്ലതും ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു.
നമ്മുടെ സന്തോഷത്തിൽ വന്ന് പങ്കുചേരുമെന്ന് ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ ദുഃഖത്തിൽ വന്ന് ആശ്വസിപ്പിക്കുമെന്ന് കാത്തിരുന്നു. പക്ഷെങ്കിൽ സ്വന്തം ഹിതമനുസരിച്ച് യാത്ര ചെയ്തപ്പോൾ ആ യജമാനൻ മറ്റു സഹോദരങ്ങളെ സ്വന്തം സഹോദരങ്ങളായി കണ്ടെത്തുവാൻ തക്കവണ്ണം, സ്നേഹിതരായി, ചർച്ചക്കാരായി, കുടുംബ സ്നേഹിതരായി കണ്ടെത്തുവാൻ തക്കവണ്ണം വിരുദ്ധശാല അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുകയാണ്. ഇതുതന്നെയാണ് കാൽവറിയുടെ പരമയാഗത്തിൽ യേശുക്രിസ്തു നിർവഹിക്കുന്നത്. എത്രയോ വട്ടം കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകന്മറവിൽ ചേർക്കുന്നവണ്ണം നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു. പക്ഷെങ്കിൽ നിങ്ങൾക്ക് മനസ്സില്ലാതെ പോയി. എത്രയോ തവണ കരുതലിന്റെയും വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു സംരക്ഷണം നൽകുവാൻ ഞാൻ എത്രയോ തവണ കൊതിച്ചിട്ടുണ്ട് നിങ്ങളോട്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് മനസ്സില്ലാതെ പോയി. അതുകൊണ്ട് യേശുക്രിസ്തു ഒരുക്കിയ യാഗത്തിന്റെ വിരുന്ന്, യേശുക്രിസ്തു ഒരുക്കിയ യാഗത്തിന്റെ ഒരു വലിയ അനുഭവതലം എത്രയോ മക്കൾക്കായി വീണ്ടും ഒരുക്കപ്പെടുകയാണ്. എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവിൻ. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുക്കുകയാണ്. പാനപാത്രമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് പാനം ചെയ്യുവാൻ കൊടുക്കുകയാണ്. വാഴ്ത്തലിന്റെയും നുറുക്കലിന്റെയും ശുദ്ധീകരണത്തിന്റെയും അനുഭവമാണ് വിരുന്ന് എന്ന് യേശുക്രിസ്തു വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വാഴ്ത്തലിന്റെയും മുറിക്കപ്പെടലിന്റെയും ശുദ്ധീകരണത്തിന്റെയും അനുഭവമാണ് വിരുന്ന് എന്ന് യേശുക്രിസ്തു തന്റെ യാഗത്തിലൂടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ മാനം സൃഷ്ടിക്കുകയാണ്. കാൽവറിയുടെ മഹോന്നതങ്ങളിലേക്ക് നോക്കുക. ക്രൂശ് ഒരു കാലഘട്ടത്തിൽ നിന്ദയുടെയും പരിഹാസത്തിന്റെയും പ്രതീകമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വേദപുസ്തകത്തിലെ ഒരു വാക്യം ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 26-ാമത്തെ വാക്യം. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. യേശുക്രിസ്തു കുർബാന സ്ഥാപിച്ച പുതിയ നിയമത്തിന്റെ ഒരു ഉടമ്പടി ഈ ലോകത്തിന് വേണ്ടി നൽകിക്കഴിഞ്ഞപ്പോൾ തമ്പുരാന്റെ കൂട്ടത്തിൽ ഇരുന്നവർ വലിയവരാണ് ആരാണ്, ചെറിയവരാരാണ് എന്ന് പറഞ്ഞ് സ്വയം ചോദിക്കുകയാണ്. ഇവരുടെ ഇംഗിതം തിരിച്ചറിഞ്ഞിട്ടാണ് യേശുക്രിസ്തു പറയുന്നത്, വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷകനെ പോലെയും ആകട്ടെ. യേശുക്രിസ്തു ഈ ഒരു വലിയ തത്വസംഹിത ലോകത്തിനോട് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ സമസ്യകൾക്കും ഉത്തരം കൊടുക്കുവാൻ തക്കവണ്ണം തമ്പുരാന്റെ ജീവിതചര്യ ഒരു ശുശ്രൂഷകനെ പോലെയായി മാറുകയാണ്. ഈ പ്രപഞ്ച അണ്ഡഘടാകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ ഒന്നും അറിവില്ലാത്തവനെ പോലെ, ഒന്നും സംഭവിക്കാത്തവനെ പോലെ ഒരു സംഘത്തിന്റെ മുമ്പിൽ, സന്നദ്രീം സംഘത്തിന്റെ മുമ്പിൽ, ഹെരോദോവിന്റെ മുമ്പിൽ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ആർത്തു വിളിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ മിണ്ടാതെ ഓമനായിരിക്കുകയാണ്. ക്രൈസ്തവ
ഉപദേശത്തിന് ഒരു പുതിയ മാനം ലഭിക്കുകയാണ്. യേശുക്രിസ്തു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ മാനങ്ങൾ നാം തിരിച്ചറിയുന്നത് ഇപ്രകാരമാണ്. ചിലപ്പോഴൊക്കെ മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. ചിലപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും പലതിനും ഉത്തരം പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ മിണ്ടാതിരുന്ന ദൈവ പദ്ധതിക്കായി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പല ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിരത്തിവെക്കുമ്പോൾ ഊമനായി ഇരിക്കുകയാണ്. വാക്കുകൾക്ക് കുറിക്കുകൊള്ളുന്ന നല്ല ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ, സുവിശേഷം പ്രഖ്യാപിച്ച് പ്രഘോഷിച്ച് നടന്ന തമ്പുരാൻ കുറെ മണിക്കൂറുകൾ മിണ്ടാതിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഒരു വലിയ തലത്തിലേക്കാണ് നീങ്ങുന്നത്. ആ നിശബ്ദതയാണ് ഇന്ന് നമ്മളെ ശബ്ദിക്കുവാൻ ഇടയാക്കി തീർത്തത്. ആ നിശബ്ദതയാണ് ദൈവമുമ്പാകെ നിലവിളിക്കുവാൻ നമ്മെ ഇന്ന് ഇടയാക്കി തീർത്തത്. യേശുക്രിസ്തു ഒരു വരുംകാല തലമുറയ്ക്ക് വേണ്ടി പോലും നിശബ്ദനായി സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു പുസ്തകത്തിൽ വായിച്ച കഥ ഓർമ്മ വരികയാണ്. ഒരു വേട്ടക്കാരൻ വേട്ടയാടുവാനായി കാട്ടിലേക്ക് പോവുകയാണ്. ഈ വേട്ടക്കാരൻ യാത്ര ചെയ്തപ്പോൾ ഒരു തലയോട്ടി കാണുന്നു. തലയോട്ടി കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. പക്ഷേ തലയോട്ടിയോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു. വേട്ടക്കാരൻ ചോദിച്ചു, എന്താ വിശേഷം? തലയോട്ടി സംസാരിച്ചു, ഒരു വിശേഷവുമില്ല. നീ എന്താ ഇവിടെ വന്നത്? തലയോട്ടി പറയുകയാണ്, സംസാരിച്ച് ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. വീണ്ടും വേട്ടക്കാരന് അതിശയമായി. എങ്ങനെയാണ് നീ ഇവിടെ എത്തിച്ചേരുവാൻ ഇടയായത്? വായ അടക്കാതിരുന്നത് മൂലം ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. വേട്ടക്കാരന് ഭയമായി. വീണ്ടും വേട്ടക്കാരൻ യാത്ര ചെയ്തെങ്കിലും ഈ വിവരം രാജാവിനെ അറിയിക്കണമെന്ന് തോന്നി. രാജാവിനെ അറിയിച്ചു. രാജാവ് പരിവാരങ്ങളോടൊപ്പം ചേർന്ന് ഈ തലയോട്ടിയുടെ അടുത്ത് എത്തുകയാണ്. തലയോട്ടിയോട് ചോദിക്കുന്നു, എന്താ വിശേഷം? തലയോട്ടി ഒന്നും മിണ്ടുന്നില്ല. പല ചോദ്യങ്ങൾ രാജാവ് ചോദിച്ചു, ഒന്നും മിണ്ടുന്നില്ല. രാജാവ് കോപിഷ്ഠനായി. വേട്ടക്കാരനോട് ചോദിക്കുന്നു, നീ എന്നെ ഇളഭ്യനാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നോ? അവസാനം പടയാളിയോട് പറയുന്നു, അവന്റെ തല വെട്ടിമാറ്റണം. പടയാളി അതനുസരിച്ച് തല വെട്ടിമാറ്റുന്നു. തലയോട്ടിയോട് അടുത്ത് നിൽക്കുമ്പോൾ ഈ തലയോട്ടി തിരിച്ചു ചോദിക്കുന്നു, എന്താ വിശേഷം? എന്താ നീ ഇവിടെ വന്നത്? വേട്ടക്കാരൻ തിരിച്ചറിഞ്ഞു, ഞാൻ അമിതമായി സംസാരിച്ചതുകൊണ്ടും പലതും വ്യാഖ്യാനിച്ചതുകൊണ്ടും ഞാനും ഇവിടെ എത്തിച്ചേർന്നു. ഒരുപക്ഷെങ്കിൽ സംഭവം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നുവെങ്കിൽ, അനാവശ്യമായി ഇത് ആരോടും പറയാതിരുന്നുവെങ്കിൽ അല്പകാലം കൂടി ജീവിച്ചേനെ. വേട്ടക്കാരനും തലയോട്ടിയും തിരിച്ചറിഞ്ഞു, അധികം സംസാരിച്ചതുകൊണ്ട് ജീവൻ ഹനിക്കപ്പെടുന്നു. ഇവിടെ യേശുക്രിസ്തു നിത്യമായ ജീവിതത്തിനു വേണ്ടി, നിത്യമായ ജീവൻ നൽകുന്നതിനു വേണ്ടി നിശബ്ദനായി നിൽക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ നാവിനെയും വായുകളെയും നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ സംസാരിച്ച് വാചാലനാകാറുണ്ട്. സംസാരിച്ച് പലരെയും നശിപ്പിക്കുവാനും കൊല്ലുവാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയാണ് നാവിനുള്ളത് എന്നുള്ളത് നാം തിരിച്ചറിയണം. കഷ്ടാനുഭവ ആഴ്ചകളിലൂടെ, പങ്കപ്പാടിന്റെ ദിനങ്ങളിലൂടെ ഈ
ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് മഥിക്കുമ്പോൾ നാം കണ്ടെത്തേണ്ടുന്നതായ ഒരു വലിയ പാഠം, ഞാൻ അറിഞ്ഞിരിക്കേണ്ട നിശബ്ദത അറിയാതെ പോയാൽ ക്രിസ്തു എന്നിലേക്ക് ഉൾക്കൊള്ളുകയില്ല. നാം അറിയേണ്ട നിശബ്ദത അറിയാതെ പോയാൽ ക്രിസ്തു എന്നിൽ ജീവിക്കുവാൻ ഇടവരുകയില്ല. കുടുംബത്തിലെ പ്രശ്നങ്ങളോടും വ്യക്തിപരമായ സമസ്യകളോടും ഉത്തരം പറയേണ്ട സാഹചര്യം വരുമ്പോൾ മിണ്ടാതിരിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ക്രൂശ് നന്മയിലേക്കുള്ള വെളിച്ചമാണ്. യേശുക്രിസ്തു വഹിച്ചിരിക്കുന്ന ക്രൂശ് നന്മയിലേക്കുള്ള വെളിച്ചമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും. ഇളയവന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് മക്കളുള്ള കുടുംബങ്ങളിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം ഇളയവരോടുള്ള നമ്മുടെ വാത്സല്യം എന്തുമാത്രം വലുതാണ്. എല്ലാ മാതാപിതാക്കൾക്കും ആ ഒരു വാത്സല്യം ഉണ്ടായിരിക്കും. മൂത്തവരോട് സ്നേഹം ഇല്ല എന്നുള്ളതല്ല, കുറച്ചുകൂടിയുള്ള ഒരു വാത്സല്യം. യാക്കോബിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് കാണുന്നത്. ബെന്യാമിന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. ഇസ്ഹാക്ക് തന്റെ മക്കളെയൊക്കെയും വാത്സല്യപൂർവ്വം സ്നേഹിച്ചു. പക്ഷേ യാക്കോബിനെയും ബെന്യാമിനെയും അതിരറ്റ് അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ചിത്രം വേദപുസ്തകത്തിലൂടെ നാം ദർശിക്കുകയാണ്. 12 മക്കൾ ഉണ്ടായിരിക്കുമ്പോൾ ഒരു മകൻ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വ്യഥ എത്രമാത്രം വലുതാണ്. അവസാനം ബെന്യാമീനെ കൂടി ചോദിക്കുമ്പോൾ വീണ്ടും അപ്പൻ പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ എന്നെ മക്കളില്ലാത്തവരെ പോലെ ആക്കുന്നുവോ? 10 മക്കൾ ബാക്കിയുള്ളപ്പോഴും ഈ ഒരു വാത്സല്യത്താൽ പറഞ്ഞുപോയ ഒരനുഭവമാണ്. ഇതെന്തുകൊണ്ടാണ്? ലോകത്തിന്റെ ഒരു തത്വമാണ്. ഇളയവർ എപ്പോഴും നൈർമല്യത്തോടെ സഞ്ചരിക്കും എന്നുള്ളൊരു ചിന്താധാരയാണ് നമ്മെ ഭരിക്കുന്നത്. ശിശുക്കളുടെ സാഹചര്യം അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങൾ ഉണ്ടായേക്കാം. ശിശുക്കളുടെ നൈർമല്യത ഏതൊരു വലിയവന്റെയും സാഹചര്യത്തിൽ ഉണ്ടാകണം എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. അപരന്റെ ജീവിതത്തിലേക്ക് ദുഃഖത്തിന്റെ നിഴൽ വീഴ്ത്താത്തവനാണ് യഥാർത്ഥ വലിയവൻ എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ അറിഞ്ഞും അറിയാതെയും നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും സാന്നിധ്യവും പ്രാർത്ഥനയും ചിലർക്കൊക്കെ ദുഃഖമായി തീരുന്നുണ്ടെങ്കിൽ ഒരിക്കലും യേശുക്രിസ്തുവിന്റെ സ്നേഹിതരെന്ന് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. യേശുക്രിസ്തുവിന്റെ മക്കളെന്ന് പറയുവാൻ നമുക്ക് അവകാശം ലഭിക്കുകയുമില്ല. എങ്ങനെയാണ് ഒരുവൻ വലിയവനായി തീരുന്നത്? പ്രസിദ്ധമായ ഒരു കവിവാക്യം ഇങ്ങനെയുണ്ട്: വഴിവക്കിലുള്ള മുള്ളെടുത്തങ്ങോട്ട് വേലിക്കരികിൽ വെക്കുകയിൽ വലിയവൻ ചെറിയവനാകില്ല, ചെറിയവൻ വലിയവനായിടും. വഴിവക്കിലുള്ള മുള്ളെടുത്തങ്ങോട്ട് വേലിക്കരികിൽ വെക്കുകയിൽ വലിയവൻ ചെറിയവനാകില്ല, ചെറിയവൻ വലിയവനായിടും. വഴിയാത്രകളിൽ ധാരാളം മുള്ളുകൾ നാം കാണുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ അതൊക്കെയും അനുഭവവേദ്യമായി തീരുന്നുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് പിമ്പേ വരുന്നവരുടെ കാലുകളിൽ അത് നിബദിക്കട്ടെ, അത് തറച്ചുകൊള്ളട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനെയൊക്കെയും അവിടെ തന്നെ ഇട്ടേച്ചു പോകുന്ന ഒരു വ്യക്തിത്വമുണ്ട് എങ്കിൽ ഒരു കാലഘട്ടത്തിലും നമുക്ക് വലിയവരാകുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിന്റെ അഭിപ്രായം ഇതിനു നേരെ തിരിച്ചാണ്. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ദരിദ്രർക്കും മുടന്തർക്കും അംഗഹീനർക്കുമായി വിഭജിച്ചു കൊടുക്കുകയാണ്. ആ വിരുന്നശാലയിലേക്ക് അവരെ മുഴുവനായി വിളിച്ച് അടുപ്പിക്കുന്ന ഒരു ദൈവരാജ്യ ശുശ്രൂഷ
നാം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദർശിക്കുകയാണ്. നമുക്കും ഉടയ തമ്പുരാൻ യോഗ്യതകൾ തന്നിട്ടുണ്ട്. ഒരുപാട് യോഗ്യതകളും കഴിവുകളും ഒരുപാട് സാധ്യതകളും നമുക്ക് തമ്പുരാൻ നൽകിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ വിരുന്നശാലയിലെ വിരുന്ന് സൽക്കാരം കഴിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ അർപ്പണബോധമില്ലായ്മ കാരണം നമുക്ക് പലപ്പോഴും വിരുന്നശാലയുടെ ആ പന്തിഭോജനം നഷ്ടമാകുന്നുണ്ട്. സമർപ്പണമാണ് ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന തത്വം. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൽ സമർപ്പണം ചെയ്യുന്നവന് അതിൻ്റെ ഏറ്റവും പരമകാഠിന്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഒരു പർവ്വതാരോഹകൻ അവൻ്റെ ശ്രമം വിജയിക്കുന്നത് കൊടുമുടിയുടെ അഗ്രത്ത് എത്തുമ്പോഴാണ്. അപ്പോൾ മാത്രമേ അവൻ ആ പേരിന് അർഹതയായി തീരുകയുള്ളൂ. മറ്റുള്ള കാലഘട്ടങ്ങളിലൊക്കെ അവൻ അതിൻ്റെ പരിശ്രമത്തിലാണ് നിൽക്കുന്നത്. ആ പരിശ്രമത്തിൻ്റെ ഓരോ വേളയിലും പലപ്പോഴൊക്കെ താഴേക്ക് നിബന്ധിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷെ വീണ്ടും വീണ്ടും അതിലേക്ക് കയറുവാനുള്ളൊരു വാഞ്ചയും പരിശ്രമവുമാണ് അവനെ ആ കൊടുമുടിയുടെ അഗ്രത്തെത്തി വിജയിപ്പിക്കുവാൻ ഉള്ള സാധ്യതകൾ നൽകുന്നതെങ്കിൽ അപ്പോഴാണ് അവൻ യഥാർത്ഥ പർവ്വതാരോഹകനായി മാറുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ സൈക്കിൾ യാത്ര പഠിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് പഠിക്കുന്നതല്ല സൈക്കിൾ യാത്ര. ആദ്യം അതൊന്ന് ഉരുട്ടിപ്പടിക്കും, പിന്നീട് അതൊന്ന് ഒറ്റക്കാലയിലൊന്ന് ചവിട്ടിപ്പടിക്കും, പിന്നീട് ഏതെല്ലാം സാധ്യതകൾ അത് പഠിച്ചെടുക്കുവാനുണ്ടോ ആ രീതിയിലെല്ലാം പഠിച്ചെടുക്കുന്ന ഒരനുഭവം. ഒരുവൻ ക്രിസ്തുവിലാകുവാൻ ആഗ്രഹിച്ചാൽ തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശിന്റെ വഴിത്താരകൾ ഈ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യേശുക്രിസ്തു ഒരു സുപ്രഭാതത്തിൽ ആ ക്രൂശ് എടുക്കുകയായിരുന്നില്ല. ജനനം മുതൽ ക്രൂശാരോഹണം വരെയുള്ള ജീവിതയാത്ര നോക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ജീവിതയാത്ര മുഴുവൻ നോക്കുമ്പോൾ നമുക്ക് കണ്ടറിയാം, നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും, യേശുക്രിസ്തുവിന്റെ വഴിത്താരകൾ എപ്പോഴും ഒരു പർവ്വതാരോഹകനെ പോലെ മുകളിലേക്ക് ആ ഗ്രാഫ് ഉയർന്നു പൊങ്ങുന്നത് കാണാൻ കഴിയും. ദൈവരാജ്യ ശുശ്രൂഷയുടെ ആദ്യത്തെ പടി തമ്പുരാൻ അഭിമുഖീകരിച്ചത് പരീക്ഷണത്തിന്റെ കാലഘട്ടമായിരുന്നു. സാത്താൻ പരീക്ഷിക്കുകയാണ്, മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. നോമ്പും ഉപവാസവും കഴിയുമ്പോഴേക്കും തമ്പുരാന്റെ പരീക്ഷണങ്ങൾ സാത്താൻ വളരെ അഭിമുഖീകരിക്കത്തക്ക വിധത്തിൽ ചില ചോദ്യങ്ങൾ കൊടുക്കുകയാണ്. തമ്പുരാൻ അതിന് മറുപടി നൽകുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി നൽകുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. വീണ്ടും പറയുന്നു, അവനെ അല്ലാതെ വേറൊരാളെയും നമസ്കരിക്കരുത്. യേശു തമ്പുരാന്റെ യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ നിന്നാണ് തമ്പുരാൻ ആരംഭിക്കുന്നത്. പിന്നീട് ഓരോ യാത്രകളിലും ചെന്നെത്തി നിൽക്കുന്നു. യെരുശലേം ദേവാലയത്തിൽ പല പ്രാവശ്യം കടന്നു പോകുന്നുണ്ട്. തമ്പുരാൻ ഒരു ദിവസം വന്നപ്പോൾ ഇതെന്റെ പിതാവിന്റെ ആലയമെന്ന് തിരിച്ചറിഞ്ഞ് ലോകത്തോട് സുവിശേഷിക്കുകയാണ്. വീണ്ടും അടുത്ത യാത്രയിൽ പലപ്പോഴും ഈ യെരുശലേമിന്റെ യാത്രയിലും അതിന്റെ ചുറ്റുവട്ടത്തും വന്ന് പലരെയും സൗഖ്യമാക്കുകയാണ്. കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്നു, പക്ഷവാതക്കാരനായ രോഗിയെ സൗഖ്യമാക്കുന്നു, മരിച്ചവനെ ഉയർപ്പിക്കുന്നു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കുന്നു. അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിര ഉണ്ടാവുകയാണ്. ഈ അത്ഭുതങ്ങളുടെ നീണ്ട നിര ഉണ്ടാകുമ്പോഴും യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് യഥാർത്ഥമായി ജനതയെ പഠിപ്പിക്കുകയും കൂടാണ്. അത്ഭുതങ്ങൾ മാത്രം ചെയ്യുന്ന രക്ഷകനല്ല യേശുക്രിസ്തു, മറിച്ച് ചില ശീലങ്ങൾ പഠിപ്പിക്കുവാനോ പറഞ്ഞു കൊടുക്കുകയും
അത് സ്വന്തം ജീവിതത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന, പരിശീലിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചക ദർശനം തമ്പുരാന്റെ മുഖത്ത് ദർശിക്കുന്നുണ്ട്. സ്നേഹിക്കണമെന്നെല്ലാവരെയും പറയുമ്പോൾ ഇതാ അന്ത്യത്താഴത്തിന്റെ സമയത്ത് വരെ തന്നെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന യൂദായെയും കൊണ്ടുള്ള യാത്രയായിരുന്നു തമ്പുരാന്റേത്. പല പ്രഖ്യാപനങ്ങളും പല പ്രസംഗങ്ങളും പല സുവിശേഷങ്ങളും അവിടെ വെച്ച് കാണിച്ചിട്ടുണ്ട്. ഇവൻ എപ്പോഴെങ്കിലും ഒരു മനസാന്തരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ പന്തിഭോജനത്തിലും അവനെയും വിളിച്ചിരുത്തി അവനോട് കൊടുക്കുകയാണ്, ഇതാ എൻ്റെ ശരീരം, നിനക്ക് നിത്യജീവൻ ലഭിക്കുവാൻ തക്കവണ്ണം അവസാനത്തെ അവസരവും ഞാൻ നിനക്ക് നൽകുകയാണ്. തമ്പുരാന്റെ സ്നേഹം അതായിരുന്നു പ്രിയമുള്ളവരെ. രൂപാന്തരപ്പെടുത്തുവാനുള്ള, വീണ്ടെടുക്കുവാനുള്ള, മനസ്സാന്തരപ്പെടുത്തുവാനുള്ള തമ്പുരാന്റെ ആഗ്രഹം എത്രയോ എത്രയോ അവസരങ്ങളിലായി നാം ദർശിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ പ്രഘോഷകരായി 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവരിൽ ഈ യൂദായും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവന്റെ എല്ലാ ബലഹീനതകളോടും കൂടെ, അവന്റെ എല്ലാ ദുസ്വഭാവങ്ങളോടും കൂടെ തന്നെ അവനെ ഉൾക്കൊള്ളുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ക്രൂശിലേക്ക് യേശു തമ്പുരാൻ നടന്നെടുത്തത് വളരെ പെട്ടെന്നായിരുന്നില്ല. ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും ഓരോ സമസ്യകൾക്കും പരീക്ഷണങ്ങൾക്കും അതിൻ്റെതായ തലത്തിൽ ഉത്തരം നൽകി, ആത്മശുദ്ധീകരണം നടത്തി, ആത്മശോധന ചെയ്ത് തമ്പുരാന്റെ പുത്രൻ എന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഒരു വലിയ ശുശ്രൂഷ. ഇതിന്റെ അനുകാരികളാകുകയും എന്നാണ് തിരുവചനം നമ്മോട് പഠിപ്പിക്കുന്നത്. എന്നെ അനുഗമിപ്പീൻ എന്നാണ് യേശുക്രിസ്തു ഓർപ്പിക്കുന്നത്. ഇതിന്റെ അനുകാരികളാകുകയും എന്നാണ് യേശുക്രിസ്തുവിന്റെ വലിയ പാഠവും ഉപദേശവും. ഏതിന്റെ? രൂപാന്തരണത്തിന്റെ അനുഭവത്തിന്റെ, മനസാന്തരപ്പെടുവാനുള്ള ഒരു അനുഭവത്തിന്റെ. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ഭാവമുണ്ടല്ലോ, ആ വലിയ ഭാവത്തെ ഇല്ലാതാക്കി ഇളയവനെ പോലെ ആയിരിക്കുന്ന, നൈർമല്യതയോട് ജീവിക്കുന്ന ഒരു ശുശ്രൂഷ ജീവിതത്തിൽ പങ്കുവെക്കുവാൻ കഴിയുമ്പോൾ, നായകനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായി തീരട്ടെ എന്നാണ് പഠിപ്പിക്കുന്നത്. ഏറ്റവും മുന്നിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവൻ പിന്നിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരായി തീരുവാൻ ഇടവരട്ടെ എന്നാണ് യേശുക്രിസ്തുവിന്റെ പരിശീലനം. അന്ത്യത്താഴ സമയത്ത് ഇത് തന്നെയാണ് കാണിക്കുന്നത്. കർത്താവ് ഒരു റൂമാലെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. പാദങ്ങൾ കഴുകി ശുശ്രൂഷിക്കുകയാണ്. ഇതിന് ഒരു വലിയ മാനം കൂടി ഉണ്ട്. കേവലം ഒരു പാദം കഴുകുന്നതിൻ്റെ ഒരു ശുശ്രൂഷയായിരുന്നില്ല അത്. മറിച്ച് ഞാൻ നിങ്ങൾ എവിടെ നിന്ന് പാപം ചെയ്തുവോ ആ പാപത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാനുള്ള ഒരു ശുശ്രൂഷയാണ് എന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. ആദമേ നീ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് ഇങ്ങനെയാണ്: നീ ചെയ്ത പാപത്തിന്റെ കാലിലെ പൊടി ഞാൻ ഇപ്പോൾ ഇത് കഴുകിക്കളയുകയാണ്. ഇനി നീ എനിക്ക് വേണ്ടി ജീവിക്കേണ്ടവനാണ്, നീ എനിക്ക് വേണ്ടി ഈ ലോകത്തോട് സുവിശേഷിക്കേണ്ടവനാണ്. അതുകൊണ്ട് ശുദ്ധീകരണമുള്ളവനായി നീ ശുശ്രൂഷയുടെ മാഹാത്മ്യം ഏറ്റെടുത്ത് ജീവിതത്തെ കൊണ്ടെത്തിക്കുവാൻ ഇടവരട്ടെ. ക്രൂശ് നന്മയിലേക്കുള്ള വെളിച്ചമാണ്. നന്മ കണ്ടെത്തുവാനുള്ള പരമമായ യാഗമാണ് ക്രൂശിലെ യാഗം എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചുവല്ലോ, പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും പ്രതീകമായിരുന്നു ക്രൂശ്. എന്നാൽ ഇന്ന് അത് അഭിമാനത്തിൻ്റെയും രക്ഷയുടെയും ചിഹ്നമായി മാറി. അത് അഭിമാനത്തിൻ്റെയും രക്ഷയുടെയും ചിഹ്നമായി മാറി.
എപ്പോഴാണ്? ഒരു നന്മയുടെ പ്രവാചകൻ ആ ക്രൂശിൽ ഏറ്റപ്പെട്ടപ്പോൾ, യേശുക്രിസ്തു ക്രൂശിൽ പരമയാഗമായി തീർന്നപ്പോൾ, അത് രക്ഷയുടെയും അഭിമാനത്തിന്റെയും അടയാളമായി മാറി. നിലോക ജനസംഖ്യയിൽ ഈ ക്രൂശ് അണിയുന്നവർ ഏറ്റവും കൂടുതലായി എന്നുള്ളതാണ് കണക്കെടുപ്പ് നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ്? എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ അഭിമാനത്തിന് വേണ്ടി, എൻ്റെ മാനത്തിന് വേണ്ടിയാണ് ഈ ക്രൂശ് എനിക്ക് സമ്മാനമായി നൽകിയത്. ഈ ക്രൂശിലേക്കുള്ള വഴി സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെതുമാണ്. ഒരു വിരുന്നുശാലയിലേക്കുള്ള വഴിയാണ് ക്രൂശിന്റെ വഴി. പെസഹ ഭക്ഷിക്കുവാനായി നമ്മൾ ഒരുങ്ങുകയാണ്. അതിലൂടെ നാം തിരിച്ചറിയുന്നത് ക്രൂശിന്റെ നന്മയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ പ്രകാരം ചെയ്യുവിൻ. ശരീരവും പാനപാത്രവും എടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ജനത്തിന് കൊടുക്കുകയോ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് വിളമ്പി കൊടുക്കുവാൻ വേണ്ടി. ഇതിൻ്റെ ഒരു സ്മരണ 5 പൗണ്ട് 2 മീനും എടുത്ത് വാഴ്ത്തി നുറുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിന്റെ തലം കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടത് ആവശ്യമാണ്. വാഴ്ത്തലിൻ്റെയും നുറുക്കലിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും വിരുന്നുശാലയാണ് വിശുദ്ധ കുർബാന. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, യേശുക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം വിശുദ്ധ കുർബാനയിലൂടെ പരമയാഗമായി തീരുന്ന ക്രൂശിന്റെ സാന്നിധ്യമാണ്. വിശുദ്ധ കുർബാനയിലൂടെ പരമയാഗമായി തീരുന്ന ക്രൂശിന്റെ സാന്നിധ്യമാണ്. തമ്പുരാൻ അറിയാമായിരുന്നു ഈ ക്രൂശിന്റെ വേദനകൾ എത്രമാത്രമുണ്ട് എന്നുള്ളത്. പക്ഷെങ്കിൽ ഈ ശരീരം നുറുക്കപ്പെടുന്നതോടുകൂടി, എൻ്റെ രക്തം പാനീയമായി ഒഴുകപ്പെടുന്നതോടുകൂടി, അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് രക്ഷയുടെ അടയാളമായി മാറും എന്നുള്ള ഒരു വലിയ ബോധ്യമുള്ളത് കൊണ്ട് അനേകർക്ക് വേണ്ടി അത് ഏറ്റെടുക്കുന്ന സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അടയാളമായി ക്രൂശ് മാറുകയാണ്. കുടുംബാന്തരീക്ഷത്തിൽ ക്രൂശ് വഹിക്കുന്നവർ ഉണ്ടാകുമ്പോഴാണ് കുടുംബം ഒരു വലിയ ക്രൈസ്തവ സാക്ഷ്യമായി നിർവഹിക്കുന്നത്. വീട്ടിൽ അമ്മ ഇതിൻ്റെ ഒരു വലിയ പര്യായമായി നിൽക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്ത, എല്ലാവരെയും സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ജീവിതത്തെ ബലിയായി, ത്യാഗമായി നൽകിയ ഒരമ്മയുടെ ചിത്രം. ഭർത്താവിനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയുടെ ചിത്രം ഒരു വലിയ സന്തോഷത്തിന്റെ ചിത്രമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കുന്ന അമ്മയുടെ ചിത്രം ഒരു സന്തോഷത്തിന്റെ ചിത്രമാണ്. തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ ചിത്രം ഒരു വലിയ മാതൃകാ കുടുംബജീവിതത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ്. ഈ ക്രൂശ് ഏറ്റെടുക്കുന്ന അമ്മയുടെ ചിത്രം ഒരു വലിയ സന്തോഷത്തിന്റെ ചിത്രമായി നാം മനസ്സിലാക്കണം. പ്രസിദ്ധമായ ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്: 100 പുരുഷന്മാരുണ്ടെങ്കിൽ ഒരു സൈന്യത്തെ നല്ലവണ്ണം പരിശീലിപ്പിച്ചെടുക്കാം. എന്നാൽ ഒരു അമ്മയുണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബം നന്നായി പരിശീലിക്കുവാൻ ഇടയാവുകയുള്ളൂ. ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബം നന്നായി ജീവിക്കുവാൻ ഇടവരുകയുള്ളൂ. ആ സഹോദരി ഏറ്റെടുക്കുന്ന ത്യാഗത്തിൻ്റെ അനുഭവം, സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അവസ്ഥകൾ, ഇത് ഓരോ വ്യക്തി ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യമാണ് യേശുക്രിസ്തു ക്രൂശിലൂടെ ഓർപ്പിക്കുന്നത്. ക്രിസ്തു ഇതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയാണ്. അവസാനം കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അമ്മയും മകനെയും പരസ്പരം ഭരമേൽപ്പിക്കുന്ന ദൗത്യം. ഇതാ മകൻ, ഇതാ നിന്റെ അമ്മ. അങ്ങനെ ഒരു വലിയ വാത്സല്യത്തോടുകൂടി യേശുക്രിസ്തു പരമയാഗമായി മാറുകയാണ്. ക്രൂശ് നന്മയിലേക്കുള്ള വെളിച്ചമാണ്.
നന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ക്രൂശ്. പലപ്പോഴും നമുക്ക് ഇതിനെ ഏറ്റെടുക്കുവാൻ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ തമ്പുരാൻ ഓതിത്തരുന്ന ചില വചനങ്ങൾ, തമ്പുരാന്റെ ജീവിത ശൈലികൾ നമ്മെ ഒന്ന് കോൾമയിർ കൊള്ളിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മുഖത്ത് ആഞ്ഞു തുപ്പുന്നു, ആഞ്ഞടിക്കുന്നു, മുൾക്കിരീടം പതിക്കുന്നു, അങ്ങനെ വേദനകളുടെ ഒരനുഭവം പേറി നിൽക്കുന്ന ക്രിസ്തു തനിക്ക് വേണ്ടി ആണി നിർമ്മിച്ച ഒരു മനുഷ്യനെ തേടിയുള്ള യാത്രയുടെ മധ്യത്തിൽ കഥാകാരനായിരിക്കുന്ന ആനന്ദ്, ഒരു വലിയ നോവലിസ്റ്റായിരിക്കുന്ന എഴുത്തുകാരനായിരിക്കുന്ന ആനന്ദ് ഒരു വലിയ വ്യാഖ്യാനം നൽകുന്നുണ്ട്. ക്രൂശിന്റെ മധ്യത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഡോംബ് എന്ന കഥാപാത്രത്തെ തേടിയുള്ള, തനിക്ക് വേണ്ടി ആണി നിർമ്മിച്ച കരുവാലയന് ഇരുമ്പ് പണിക്കാരനെ തേടിയുള്ള യാത്രയിൽ അവസാനം അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശുക്രിസ്തു സംഭാഷിക്കുകയാണ്. ഈ മനുഷ്യൻ ചോദിക്കുന്നു, അങ്ങയെ വേദനിപ്പിച്ച സംഭവം എന്താ? ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ. ഗെത്സമന തോട്ടത്തിൽ ഞാൻ പല പ്രാവശ്യം ഇരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി മുട്ടിപ്പായി ഇരുന്ന് പ്രാർത്ഥിക്കണം. തിരിച്ചു വരുമ്പോൾ നിദ്രാഭാരത്താൽ ഉറങ്ങുന്ന ശിഷ്യ സമൂഹത്തെ കാണുകയാണ്. യേശുക്രിസ്തു പറഞ്ഞു, എന്നോടൊപ്പം എൻ്റെ ഭാരത്തിൽ, എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ വന്നവർ എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാതെ ശാന്തമായി ഇരുന്ന നിദ്രാഭാരത്താൽ ഉറങ്ങുന്നത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അവസാനം ഈ എഴുത്തുകാരൻ ഇങ്ങനെയൊരു അടിക്കുറിപ്പോടുകൂടി പുസ്തകം സമാപിപ്പിക്കുകയാണ്. ഇന്നും ക്രിസ്തുവിനെ വേദനിപ്പിക്കുന്നത് ക്രിസ്തു ശിഷ്യന്മാരുടെ ഉറക്കമത്രേ. നമ്മുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും ഉണർന്നിരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അത് ഉണർന്നിരിക്കാതെ അഭിനയിച്ച് നടിച്ച് നമ്മൾ ഇന്ന് ഉറക്കം നടിക്കുന്നവരെ പോലെയാണ്. രോഗികളെ കാണുമ്പോൾ അവർക്കൊരാശ്വാസവും വാക്കും പ്രാർത്ഥനയും പറഞ്ഞുകൊടുത്ത് അവർക്ക് വേണ്ടുന്ന എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ഏതെല്ലാം സാധ്യതകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്ന് ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മൾ പലപ്പോഴും ഉറക്കം നടിക്കാറുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മുഴുവൻ സാധ്യതകളും നൽകി അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവം തന്ന അനുഗ്രഹത്തിന്റെ ഒരു അംശമെടുത്ത് കൊടുക്കുവാൻ കഴിയുന്ന ഒരു വലിയ അനുഭവത്തിന്റെ തലം കാത്തു സൂക്ഷിക്കാതെ പലപ്പോഴും ഉറക്കം നടിച്ചിരിക്കാറുണ്ട്. നിരാശപ്പെട്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ വന്ന ഒന്ന് ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ, ഒരു ആശ്വാസവാക്കുകൾ പറയാതെ മിണ്ടാതിരിക്കുന്ന ഇന്നത്തെ കുടുംബജീവിതത്തിന്റെ തലം എവിടെയാണ് എത്തി നിൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യം നൽകേണ്ടതാണ്. നീ എവിടെ എന്ന ചോദ്യത്തിന് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളിലൂടെ, ഉത്തരങ്ങളിലൂടെ, വേദപുസ്തക വായനയിലൂടെ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ കഴിയുമ്പോഴാണ് കഷ്ടാനുഭവാഴ്ചയിലെ ഓരോ പ്രാർത്ഥനകളും ഓരോ നമസ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിച്ചത്തിലേക്കുള്ള വഴിയായി മാറുന്നത്. വലിയ വെള്ളിയാഴ്ചയിൽ ഈ ക്രൂശിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും വലിയ ആവർത്തി നമ്മൾ ചില ചിന്തകൾ പങ്കിടുന്നുണ്ട്. അവസാനം ക്രൂശിന്റെ മധ്യത്തിൽ കിടന്നുകൊണ്ട് ക്രിസ്തു പ്രതിവചിക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നു, ഐ തേഴ്സ്റ്റ് ഫോർ യു. എനിക്ക് ദാഹിക്കുന്നു, നിന്നെ കുറിച്ചുള്ള ദാഹം, നിന്നെ വീണ്ടെടുക്കുവാനുള്ളൊരു ദാഹം, നിന്നെ ക്രിസ്തുവാക്കി തീർക്കുവാനുള്ളൊരു ദാഹം, ദൈവരാജ്യത്തിന്റെ മകനാക്കി മകളാക്കി തീർക്കുവാനുള്ളൊരു ദാഹം. ഈ ദാഹം കണ്ടില്ല എന്ന് നടിച്ച് ഞാനും നിങ്ങളും ഇന്ന് സ്വന്തം താല്പര്യങ്ങൾക്ക് ഇടം കൊടുത്തുകൊണ്ട്, സ്വന്തമായ ആഗ്രഹത്തിന്, സ്വന്തമായ ലക്ഷ്യങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക് ഇടം കൊടുത്തുകൊണ്ട് വിരുന്നുശാലയിലെ യോഗ്യതകൾ നഷ്ടമാക്കി കളഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് അസമാധാനത്തിന്റെ അനുഭവങ്ങളാണ്. നമുക്ക് സമാധാനം ഉണ്ടാകേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് എന്നാണ് പ്രസിദ്ധനായ ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ശ്രീബുദ്ധൻ പറയുന്നത്. സമാധാനം ഉള്ളിൽ നിന്നാണ്, അത് പുറമെ അന്വേഷിക്കരുത് എന്നാണ് ശ്രീബുദ്ധൻ ഓർപ്പിക്കുന്നത്.
യേശുക്രിസ്തു പറയുന്നതിൻ്റെയും പൊരുൾ ഇതുതന്നെയാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ആ സമാധാനത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു ജീവിതത്തിന്റെ ക്രമം എന്ന് നമുക്കുണ്ടാകുമോ, അന്നാണ് നാം ഇന്ന് വിരുന്നുശാലയിലെ ഭോജനത്തിന് ഇടയായിത്തീരുന്ന, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ ഇടയായിത്തീരുന്ന ഒരു വലിയ അനുഭവ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഇതെങ്ങനെയാണ് പ്രാപ്യമായി തീരുക? നമുക്ക് പലപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും. ഇതെങ്ങനെയാണ് നമുക്ക് പ്രാപിക്കുവാൻ കഴിയുക? ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും? ഇംഗ്ലണ്ട് സന്ദർശിച്ചിട്ടുള്ളവർക്ക് അവിടെ പോകുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും അനുഭവവേദ്യമായ ഒരു കാഴ്ചയാണ് വെസ്റ്റ്മിനിസ്റ്റർ ആബി എന്ന് പറയുന്ന സ്ഥലം. അത് പോയി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, സുപ്രസിദ്ധരായ ആൾക്കാരെ അടക്കം ചെയ്യുന്ന സ്ഥലമാണ്. മനോഹരമായ കല്ലറകൾ കാത്തു സൂക്ഷിച്ചിരിക്കുക. വളരെ നല്ല ഉദ്യാനങ്ങൾ, പൂന്തോട്ടങ്ങൾ കൊണ്ട് അതിൻ്റെ ചുറ്റുപാടുമൊക്കെ വളരെ മനോഹരമാക്കി ഏറ്റവും പ്രസിദ്ധമായ രീതിയിൽ, ഏറ്റവും ആഠ്യത്വത്തോടുകൂടി, പ്രൗഢിയോടുകൂടി ഈ ശവകുടീരങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വെസ്റ്റ്മിനിസ്റ്റർ ആബിയിലെ ഒരു ശവകുടീരത്തിൽ ഒരു ബിഷപ്പിന്റെ കല്ലറയിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു. ഇതിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയൊന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും. അതിങ്ങനെയാണ് അവിടെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്: ഞാൻ സ്വതന്ത്രനായ ഒരു ചെറുപ്പക്കാരനായി ഇരുന്നപ്പോൾ എനിക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിന് മുഴുവൻ മാറ്റങ്ങൾ ഉണ്ടാക്കി അതിനെ പുതുതാക്കാമെന്നാണ്. പക്ഷേ പ്രായത്തിലും ബുദ്ധിയിലും ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി: ലോകം നന്നാവുകയില്ലെന്ന്. അതുകൊണ്ട് എൻ്റെ വീക്ഷണത്തിൽ പരിധി കുറഞ്ഞു വന്നു. ഒരു തീരുമാനം എടുത്തു: ഞാൻ രാജ്യത്തെ മാത്രം നവീകരിക്കാമെന്ന. പക്ഷെ അതും അസാധ്യമാണ് എന്ന് പിന്നീട് ബോധ്യമായി. ഞാൻ വളർന്ന് പ്രായപൂർത്തിയായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി: ലോകത്തെയും രാജ്യത്തെയും എനിക്ക് നവീകരിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് കുടുംബത്തെ മാറ്റിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ഒരു പുതിയ ചിന്ത എനിക്ക് ഉണ്ടായി. പിന്നെ അതിനായി ശ്രമിച്ചു. പക്ഷേ പ്രായപൂർത്തിയായ എന്നെ, പ്രായമായി നിൽക്കുന്ന എന്നെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കുടുംബാംഗങ്ങൾക്ക് സാധ്യമായില്ല. അതുകൊണ്ട് കുടുംബത്തിന്റെ നവീകരണവും അസാധ്യമായി. അത് വീണ്ടും അപ്രായോഗികമാണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഞാൻ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നു. എനിക്ക് ചിന്തിക്കുവാൻ ധാരാളം സമയമുണ്ട്. ഒരു കാര്യം ബോധ്യമായി: ആദ്യം മാറ്റം വരുത്തേണ്ടത് എനിക്കാണ്. അങ്ങനെയാണെങ്കിൽ കുടുംബത്തെ നന്നാക്കാനും കുടുംബം വഴിയായി രാജ്യവും അത് ഗുണകരമായി തീരും. എൻ്റെ രാജ്യം അങ്ങനെ നന്നാകുമ്പോൾ ലോകത്തിനും മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ മാറ്റത്തിന് വിധേയമായിരുന്നെങ്കിൽ എനിക്ക് ലോകത്തെ മുഴുവൻ നവീകരിക്കാമായിരുന്നു. ഒരു ബിഷപ്പിന്റെ ശവകുടീരത്തിൽ എഴുതിയിരിക്കുന്ന ആംഗലേയ സാഹിത്യത്തിന്റെ മലയാള തർജ്ജിമയാണിത്. അവസാനം അദ്ദേഹം കണ്ടെത്തുകയാണ്:
അതുകൊണ്ട് ഞാൻ മാറ്റത്തിന് വിധേയനായിരുന്നുവെങ്കിൽ എനിക്ക് ലോകത്തെ മുഴുവൻ നവീകരിക്കാമായിരുന്നു. മനോഭാവം മനസ്സിനെ മാറ്റുവാൻ കഴിയുന്നതാകണം. പലപ്പോഴും നമുക്ക് മാറുവാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ മാറ്റത്തിന് നമ്മൾ ഇടം കണ്ടെത്താതെ അപരന്റെയും കുടുംബത്തിന്റെയും ഇടവകയുടെയും സമൂഹത്തിന്റെയും സഭയുടെയും മാറ്റത്തിനും ലോകത്തിന്റെ മാറ്റത്തിനും വേണ്ടി നാം വാക്കുകൾ ഉപയോഗിക്കുകയും അതിനുവേണ്ടി നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ മാറ്റങ്ങൾ അസാധ്യമായി വരും. എൻ്റെ ഉള്ളിൽ എനിക്കൊരു മാറ്റമുണ്ടായാൽ അത് ക്രിസ്തുവിനെ നേടുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ വലിയവൻ, നിങ്ങളുടെ വലിയത്വ ഭാവം ഇളയവനെ പോലെ, ശുശ്രൂഷകനെ പോലെ ആയി തീരട്ടെ. യേശുക്രിസ്തു സമൂഹത്തോട് ഒന്നും തന്നെ പ്രഖ്യാപിക്കുന്നില്ല. ഓരോ വ്യക്തികളോടാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പുകളോടാണ് യേശുക്രിസ്തു പറയുന്നത്. ഒരു വലിയ രാജ്യത്തോടോ ഈ ലോകരാജ്യത്തോടോ ഒന്നുമല്ല യേശുക്രിസ്തുവിന്റെ പ്രസംഗം. തൻ്റെ ചുറ്റും കൂടുന്ന ജനതതികളോടാണ്. അവർക്ക് മാറ്റമുണ്ടാകുവാൻ യേശുക്രിസ്തു ശ്രമിക്കുമ്പോഴാണ് ലോകത്തിന് മാറ്റമുണ്ടാകുവാൻ യേശുക്രിസ്തുവിന് സാധ്യമായി തീർന്നത്. യേശുക്രിസ്തു സാത്താന്റെ പ്രലോഭനത്തിൽ അടിമപ്പെട്ടിരുന്നു എങ്കിൽ തമ്പുരാൻ ഈ ലോകത്തിന് ഒരു വലിയ മാറ്റവും ഉണ്ടാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ദൈവരാജ്യ പ്രഘോഷണത്തിന്റെ മുമ്പിൽ യേശുക്രിസ്തുവിന്റെ ഗ്രാഫ് എങ്ങനെയാണ് ഉയരുന്നത്. പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച ക്രിസ്തു ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ ഭംഗിയായി അവതരിപ്പിച്ച് ഈ ലോകത്തിന് മുമ്പാകെ സാക്ഷ്യമായി തീരുകയാണ്. സ്നേഹിക്കാൻ പഠിപ്പിച്ചവൻ സ്നേഹമാണ് എന്ന് ഈ ലോകത്തോട് പറയുകയാണ്. അതുകൊണ്ടാണ് പരമയാഗമായി തീരുന്നത്. പത്രോസ് വാളെടുത്ത് ഒരു ശതാധിപന്റെ ചെവി അറുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തന്നെ വധിക്കുവാനായി വരുന്ന, പിടിക്കുവാനായി വരുന്ന കൂട്ടത്തിന്റെ കാത്, ഒരുവന്റെ കാത് അറുക്കുമ്പോൾ അതെടുത്ത് സൗഖ്യം കൊടുക്കുന്നു. ഇത് ഒരു വലിയ സുവിശേഷത്തിന്റെ, വലിയൊരു മാറ്റത്തിന്റെ അനുഭവത്തെ കൊടുക്കുന്നതാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ മനോഭാവത്തെ മാറ്റുവാൻ കഴിയാതെ വരുമ്പോൾ ജീവിതത്തിൽ ക്രൂശിന്റെ സ്ഥാനം മറ്റു പലയിടത്തുമായി മാറ്റപ്പെടുകയാണ്. ക്രൂശ് ഏറ്റെടുക്കുവാനായിട്ട് കഴിയാതെ വരുന്നു. വെള്ളം കോരുന്ന രണ്ട് തൊട്ടികളുടെ സംഭാഷണം എഴുത്തുകാരൻ ഒരു പ്രകാരം ആവിഷ്കരിക്കുന്നുണ്ട്. പഴയകാല തലമുറയ്ക്കറിയാം തൊട്ടി എന്താണെന്നുള്ളത്. പുതിയ തലമുറയ്ക്ക് അത്ര കണ്ട് പരിചിതമാണോ എന്നെനിക്കറിയില്ല. കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന തൊട്ടി, ഈ രണ്ട് തൊട്ടികൾ ഒരേ കിണറ്റിൽ നിന്ന് വെള്ളം കോരപ്പെടുകയാണ്. ഇത് തമ്മിൽ സംഭാഷിക്കുന്നത് എഴുത്തുകാരൻ എഴുതി വെക്കുകയാണ്. ഒന്നാമത്തവൻ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ എത്ര നിറഞ്ഞ് മുകളിൽ വന്നാലും അവസാനം താഴോട്ട് വരുന്നത് ഒഴിഞ്ഞ തൊട്ടിയായിട്ടാണ്. ഒരു തൊട്ടിയുടെ മനോഭാവമാണ്. ഞാൻ എത്ര നിറഞ്ഞ് മുകളിൽ വന്നാലും അവസാനം താഴോട്ട് പോകുന്നത് ഒഴിഞ്ഞ തൊട്ടിയായിട്ടാണ്. രണ്ടാമത്തവൻ മറുപടി പറയുകയാണ്: സഹോദര, ഞാൻ ഒഴിഞ്ഞ തൊട്ടിയായിട്ട് താഴേക്ക് ഇറങ്ങി വന്നാലും ഞാൻ നിറഞ്ഞ തൊട്ടിയായിട്ടത്രേ മുകളിലേക്ക് പോകുന്നത്. ഇത് വലിയ ആശ്ചര്യമാണ്. മനോഭാവത്തിന്റെ വ്യത്യാസമാണ് മനുഷ്യന്റെ നന്മയെ കാണുവാനായിട്ട് ഇടയാകേണ്ടത്. നമ്മുടെ മനോഭാവം എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നുവെങ്കിൽ എല്ലാ മനുഷ്യരിലെയും നന്മ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. ഇല്ല, ഞാൻ എപ്പോഴും നിരാശനായും നെഗറ്റീവ് എനർജിയാണ് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിലും നിരാശയും അപരന്റെ ജീവിതത്തിലെ തിന്മയും കണ്ടെത്തുവാനേ നമുക്ക് ഇടവരികയുള്ളൂ.
ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ, പങ്കപ്പാടുകളിൽ നാം പങ്കാളികൾ ആകുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു വലിയ മാറ്റം, ഞാൻ എത്രയൊക്കെ ഒഴിഞ്ഞു പോയാലും, ഞാൻ എങ്ങനെയൊക്കെ ആയിരുന്നാലും, ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിലും ദേവാലയത്തിലും കടന്നു വരുമ്പോൾ നിറഞ്ഞവനായി ഞാൻ പോകും എന്നുള്ള ഒരു വലിയ പോസിറ്റീവ് എനർജി എൻ്റെ ജീവിതത്തിലെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി, എൻ്റെ ജീവിതത്തിലെ മുന്നിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ തക്കവണ്ണം ഉതകുന്നതാകട്ടെ. മനോഭാവം നന്മയിലേക്ക് നയിക്കുന്നു. കഠിനമായ മനസ്സാണ് സന്മനസ് എന്ന് പറയുന്നത്. കഠിനമായ മനസ്സാണ് സന്മനസ്. വേദപുസ്തകവും വീണ്ടും ഓർമ്മിക്കുന്നു, സന്മനസ്സുള്ളവർക്ക് സമാധാനം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നല്ല മനസ്സിന്റെ ഉടമയുള്ളവർക്ക് സമാധാനം. അസ്വസ്ഥതകളും വിഹ്വലതകളും അനുഭവിക്കുന്നുവെങ്കിൽ, നെരിപ്പോടുകൾ അനുഭവിക്കുന്നുവെങ്കിൽ ഓർത്തിരിക്കേണ്ടത് മനസ്സിന്റെ മനോഭാവത്തിന്റെ മാറ്റം ഏറ്റവും അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇവിടെ ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് കർത്താവിൻ്റെ ക്രൂശാരോഹണം എനിക്കും നിങ്ങൾക്കും രക്ഷയുടെയും നന്മയുടെയും അടയാളമായി മാറുന്നത്. നായകൻ ശുശ്രൂഷകനെ പോലെ ആകണം എന്നുള്ളതാണ് രണ്ടാമത്തെ പഠിപ്പിക്കലുകൾ. നായകൻ ശുശ്രൂഷകനെ പോലെ ആകണം. ക്രൂശ് മാറ്റങ്ങൾക്കുള്ള വഴിയാണ് എന്ന് നാം തിരിച്ചറിയണം. നായകൻ എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കുന്നവനാണ്. അവൻ ആജ്ഞ കൊടുക്കുവാനേ അറിയുകയുള്ളൂ. ആജ്ഞാപിക്കുവാനും കൽപ്പന കൊടുക്കുവാനുമേ അറിയുകയുള്ളൂ. ക്രിസ്തു ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങൾ മോശയുടെ പീഠത്തിലും ന്യായപീഠത്തിലും ഇരുന്ന് പലതും ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു, എന്നാൽ ഒരു ചെറു വിരൽ കൊണ്ടുപോലും നിങ്ങൾ അതിനെ ശീലിക്കുവാൻ ശ്രമിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ നായകത്വം ഇതിൽ നിന്ന് വിഭിന്നമാണ്. യേശുക്രിസ്തുവിന്റെ നായകത്വം ഇതിൽ നിന്ന് വിഭിന്നമാണ്. അവൻ എന്ത് പറഞ്ഞുവോ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും അതിനുവേണ്ടി കണ്ടെത്തിയ മാർഗങ്ങളും നാം വേദപുസ്തകത്തിലൂടെ വായിച്ചറിയുന്നുണ്ട്. ലോക ചരിത്രത്തിലും ഇതുപോലെയുള്ള ചില അനുഭവങ്ങളെ കണ്ടെത്തുവാൻ കഴിയും. ലോക ചരിത്രത്തിന് നായകത്വം വഹിച്ച, നെടുനായകത്വം വഹിച്ച അനേകം ചരിത്ര പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അക്രമത്തിന്റെ തേർവാഴ്ച നടത്തിയ അനേകം ലോക പുരുഷന്മാരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ അതിന്റെ ഒരു ഉദാഹരണങ്ങളാണ്. ഒരുപക്ഷെങ്കിൽ അവരുടെ ക്രൂരതയുടെ പര്യായം അവരുടെ അധികാരത്തിന്റെ ഓരോ അനുഭവത്തിന്റെ നാളുകളിലും കാണുവാനും കണ്ടെത്തുവാനും സാധിക്കും. അക്രമത്തിന്റെ തേർവാഴ്ച നടത്തുന്നവർ, മതങ്ങളുടെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പേര് പറഞ്ഞ് ഈ ലോകത്തിൽ അക്രമവും അനീതിയും കൊണ്ട് നടക്കുന്നവർ ഒരിക്കലും നായകത്വത്തിന്റെ ശുശ്രൂഷയല്ല നിർവഹിക്കുന്നത്. ലോകചരിത്രത്തിൽ പിന്നീട് ഈ ചരിത്ര പുരുഷന്മാരുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളത് നമുക്ക് ചരിത്ര പുസ്തകത്തിൽ നിന്ന് വായിച്ചറിയാൻ കഴിയും. പേടിപ്പിക്കുന്ന സ്വപ്നമായി അവരുടെയൊക്കെയും പേരുകൾ ഇന്ന് ജനഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. എന്നാൽ ഗാന്ധിജിയുടെയും ഫാദർ ഡാമിയന്റെയും ഒക്കെ പേരുകൾ, മദർ തെരേസയുടെ പേരുകൾ കോൾമേർ കൊള്ളിക്കുന്ന നായകത്വത്തിന്റെ പേരുകളായി ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. കാരണം എന്താ? അവരുടെ നായകത്വത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു.
ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴറിയാം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പ്രസംഗിച്ചവരും പ്രവർത്തിച്ചവരും ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷെ അവരിൽ വ്യത്യസ്തനായി തീർന്നത് ഗാന്ധിജിയുടെ അഭിപ്രായങ്ങൾ ഏറ്റവും ശ്രേഷ്ഠകരമായിരുന്നു. അഹിംസയല്ല സ്വാതന്ത്ര്യത്തിന്റെ അടയാളമെന്നും വഴിയെന്നും തിരിച്ചറിഞ്ഞ ഗാന്ധിജി ഏത് ലക്ഷ്യവും മാർഗത്തെ സാധൂകരിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു വലിയ തത്വസംഹിതയിൽ നിന്ന് ലക്ഷ്യമേതായാലും മാർഗം സാധൂകരിക്കപ്പെടണമെന്ന് ഗാന്ധിജി ഉറക്കെ പ്രഖ്യാപിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്തിരുന്നു. സത്യമാണ് എന്റെ ജീവിതമെന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു നായകത്വ ശുശ്രൂഷ. സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിൽ, അതിന്റെ അരുണമയിൽ ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക അതിന്റെ മേലാപ്പിലേക്ക് ഉയർന്നു പൊങ്ങിയപ്പോൾ നമ്മുടെ സ്മര്യപുരുഷനായ ഗാന്ധിജി ഒരു റാന്തൽ വിളക്കുമെടുത്ത് നവഖാലിയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ചെന്ന് മതങ്ങൾ കൊണ്ട് തീവ്ര ദുഃഖമായി തീർന്ന സഹോദരങ്ങൾ നഷ്ടപ്പെട്ട, അച്ഛൻ നഷ്ടപ്പെട്ട, അമ്മ നഷ്ടപ്പെട്ട, സഹോദരിമാർ നഷ്ടപ്പെട്ട കുടിലുകളിലേക്ക് ചെന്ന സമാധാനത്തിന്റെ ശബ്ദമായി മാറി ഗാന്ധിജി. അതുകൊണ്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നാനാജാതി മതസ്ഥരുടെ മുന്നിൽ മഹാത്മാഗാന്ധി ഒരു വലിയ വിളക്കായി ഇന്നും ശോഭിക്കുന്നത്. ഒരു ചരിത്രപുരുഷനാണ്. ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞുവെച്ച ഒരു വലിയ നായകത്വത്തിന്റെ ശുശ്രൂഷ. മദർ തെരേസ ഇന്ത്യ മഹാരാജ്യത്ത് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ജീവിതം ബലിയായി സമർപ്പിച്ച ഒരു വലിയ വെള്ളരിപ്രാവായി മാറിയ ഒരു വലിയ അനുഭവത്തിന്റെ തലം. ഒരു സമൂഹത്തിനും വ്യവസ്ഥിതിക്കും അഭിപ്രായങ്ങൾക്കും നേതൃത്വം നൽകിയ നായകന്മാരാണ് ഇവരൊക്കെ. പക്ഷെങ്കിൽ മറുഭാഗത്ത് ഞാനും ചിന്തിച്ചു, പല ചിന്തകളുണ്ടായിരുന്നു. ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും ഒക്കെ ഒരു വലിയ അഭിപ്രായങ്ങളും ഈ ലോകത്തെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടത് ഒരുപാട് ജീവിതത്തിന്റെ ഓരോ ആത്മാക്കളാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. യേശുക്രിസ്തുവിന്റെ കാലത്തിലും ഇതുപോലെ ഒരു നായകത്വമുണ്ട്. തമ്പുരാൻ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ നിരപരാധികളായ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിന് രക്തസാക്ഷിത്വം വരിച്ച കൽപ്പന കൊടുത്ത ഹെരോദോവിന്റെ മനോഭാവം, ഒരു രാജ്യത്തെ സംരക്ഷിക്കുവാൻ ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണത്തിനും അതിന് എല്ലാവിധമായ പിന്തുണ നൽകേണ്ട ഭരണാധികാരി ഇവിടെ ജനങ്ങളുടെ ജീവിതത്തെ ഹോമിക്കുകയാണ് എങ്കിൽ അത് നായകത്വമാണോ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാനും നിങ്ങളും ഇങ്ങനെ ക്രൂരമായ സ്വഭാവത്തിന്റെ, ക്രൂരമായ അഭിപ്രായങ്ങളുടെ മുഖപത്രങ്ങളാണോ എന്ന് നാം തിരിച്ചറിയണം. ഇവിടെയാണ് യേശുക്രിസ്തു പറയുന്നത്, നായകത്വം രണ്ട് രീതിയിലും നായകത്വം രണ്ട് രീതിയിൽ നിർവഹിക്കാൻ കഴിയും. ക്രൂരമായ ഒരു നായകത്വം, രണ്ടാമത് എന്ത് പറയുന്നുവോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു നായകത്വം, അത് ശുശ്രൂഷിക്കുന്ന നായകത്വമാണ്. സ്നേഹിക്കണമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചപ്പോൾ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പരമയാഗമായി തീർന്ന തമ്പുരാന്റെ തിരുമൊഴികൾ നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. മനോഭാവങ്ങൾ മാറുമ്പോൾ ക്രൂശ് മാറ്റത്തിലേക്കുള്ള വെളിച്ചമായി മാറുകയാണ്. വിശ്വവ്യാപകമായി പ്രവർത്തിക്കുന്ന ക്രിസ്റ്റഫർ എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ഫാദർ ജെയിംസ് കെല്ലർ എന്ന് പറയുന്ന ചരിത്രപുരുഷൻ. അദ്ദേഹം ഒരു തത്വം ആവിഷ്കരിക്കുകയാണ്. ഇപ്രകാരമാണ് അത് പ്രഖ്യാപിക്കുന്നത്: ലോക വികിരണത്തിന്റെ മൂലക്കല്ല് വ്യക്തികളാണ്.
ഓരോരുത്തരിലുമുള്ള മാറ്റങ്ങളിലൂടെ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നാം ഒരു കൈത്തിരി കത്തിരിക്കുകയാണ്. അനേകം കൈത്തിരികൾ ഈ ലോകത്തിൻ്റെ അന്ധകാരം മാറ്റും. ഞാനും നിങ്ങളും ഈ ലോകത്തിൻ്റെ അന്ധകാരം മാറ്റുവാനുള്ള ചെറിയ കൈത്തിരികളാണ് എന്നുള്ള ബോധ്യമുണ്ടാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അന്ധകാരം മാറ്റുവാനുള്ള കൈത്തിരികളാണ് ഞാനും നിങ്ങളും. വ്യക്തിജീവിതത്തിന്റെ അസ്വസ്ഥതകളും അസമാധാനങ്ങളും ഇല്ലാതാക്കുവാനുള്ള കൈത്തിരിയാണ് ഞാനും നിങ്ങളും. ക്രൂശ് മാറ്റത്തിലേക്കുള്ള വഴിയാണ്. ഞാൻ എങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചത്? പരിശുദ്ധമായ നോമ്പ് തുടങ്ങിയപ്പോൾ ഞാനൊരു തീരത്ത് നിന്ന് യാത്ര തുടങ്ങിയതാണ്. നോമ്പിലൂടെ യാത്ര ചെയ്യുന്നവൻ ഒരു തീർത്ഥാടകനാണ്. നമുക്കറിയാം, ഈ പുണ്യഭൂമി ഒരു തീർത്ഥാടനത്തിന്റെ കാലഘട്ടമുണ്ട്. ഈ വിശുദ്ധ ഭൂമി ഒരു തീർത്ഥാടകന്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കുന്ന വിശുദ്ധ ഭൂമിയാണ്. പരിമല പദയാത്ര തീർത്ഥാടകനായി കടന്നു വരുന്ന നമ്മളെല്ലാവരും എന്താണ് അതിൽ നിന്ന് സായുജ്യമടയുന്നത്? തീർത്ഥം കടക്കുക, കടവ് കടക്കുക എന്നാണ് അർത്ഥം. കടവ് കടന്ന് അക്കരയ്ക്കെത്തുമ്പോൾ ഇക്കരെ നിന്ന് യാത്ര ചെയ്ത മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകളല്ല അക്കരയ്ക്കെത്തി നിൽക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. ഏതെല്ലാം ബലഹീനതകളിൽ നിന്ന് യാത്ര തുടങ്ങിയുവോ, ഏതെല്ലാം അന്ധകാരത്തിൽ നിന്നും നമ്മൾ യാത്ര തുടങ്ങിയോ, നോമ്പും ഉപവാസവും പ്രാർത്ഥനയുമാകുന്ന ജീവിതയാത്രയിൽ ഓരോ യാമങ്ങളിലെയും ഓരോ ദിനങ്ങളിലെയും നാഴികകളും വിനാഴികകളും കഴിഞ്ഞ് ഇതാ കർത്താവിൻ്റെ പങ്കപ്പാടിൻ്റെ അനുഭവതലങ്ങളിൽ ക്രൂശിന്റെ യാമങ്ങളിലെ ക്രൂശീകരണത്തിന്റെ യാമങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടുന്ന രൂപാന്തരണം അത് എടുത്തു പറയേണ്ടതായ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ തീർത്ഥാടകന് എന്തെങ്കിലും ഒരു സായുജ്യമടയുവാൻ കഴിയുകയുള്ളൂ. തീർത്ഥം കടക്കുന്നവൻ, കടവ് കടക്കുന്നവൻ തീർത്ഥാടകൻ. നോമ്പിന്റെ യാത്ര തീർത്ഥാടകന്റെ യാത്രയാണ്. ഒരു തീരത്ത് നിന്ന് അങ്ങേ തീരത്തേക്കുള്ള യാത്ര. ഈ അങ്ങേ തീരത്തിന്റെ പ്രത്യേകത എനിക്കും നിങ്ങൾക്കുമായി ബലിയായി തീർന്ന ക്രിസ്തു ഉത്ഥിതനാകുന്നു എന്നുള്ള യാത്രയാണ്, എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഉത്ഥിതനായ ക്രിസ്തുവിനെ ഈ ലോകത്തോട് സുവിശേഷിക്കുന്നതാണ് തീർത്ഥാടകന്റെ സായുജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉയർപ്പിന്റെ ഒരു വലിയ പ്രഖ്യാപനമുണ്ട്. പട്ടക്കാരൻ പരിശുദ്ധ മദ്ബഹായിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കും, ലോകത്തിന്റെ രക്ഷയ്ക്കായി യേശുക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു. ജനം കേട്ടുനിൽക്കുന്ന ജനം പറഞ്ഞു, സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ പ്രഖ്യാപനം ഇത് ലോകത്തോട് നടത്തേണ്ട ഒരു പ്രഖ്യാപനമാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു പ്രഖ്യാപനം. ഉത്ഥിതനായ ക്രിസ്തുവിനെ കാണുവാനുള്ള തീർത്ഥാടകന്റെ യാത്രയിലാണ് ഞാനും നിങ്ങളും. എങ്ങനെയുള്ള ക്രിസ്തുവാണ്, ഏതെല്ലാം അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് നാം പരിചയപ്പെടേണ്ടത്? പ്രലോഭനങ്ങളെ അതിജീവിച്ച ക്രിസ്തു, ക്രൂശിലെ പങ്കപ്പാടുകൾ അനുഭവിച്ച ക്രിസ്തു, അധികാരികളുടെ മുമ്പിൽ മൗനമായി നിന്ന് സത്യത്തെ ഉദ്ഘോഷിക്കുവാൻ തക്കവണ്ണം അല്പസമയത്തേക്ക് നിശബ്ദതയ്ക്ക് മാനം കൊടുത്ത ക്രിസ്തു, ഏതൊരു പാപത്തെയും വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ വീക്ഷണം, ഇതൊക്കെ നാം ഉത്ഥിതനായ ക്രിസ്തുവിൽ കണ്ടെത്തുകയാണ്. വീണ്ടും ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ
കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ശിഷ്യസമൂഹം തിരിച്ചറിയുകയാണ് വീണ്ടും, അതാ വീണ്ടും കർത്താവ് എന്നെ തേടി വരുന്നു എന്നുള്ള അനുഭവം. ഇത് ഇത്രയൊക്കെ ചെയ്തിട്ടും പലപ്പോഴായി വ്യത്യസ്തമായ വീക്ഷണത്തോടെ മാറിപ്പോകുന്ന ശിഷ്യസമൂഹത്തെ വീണ്ടും ക്രിസ്തു എന്ന സമാധാനത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരു അനുഭവതലം. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അപ്പവും മീനും എടുത്ത് വീണ്ടും അവർക്ക് ഒരു വലിയ വിരുന്നുശാല ഒരുക്കുകയാണ്. കൊണ്ടുവന്ന മീനെടുത്ത് ചുടുവാൻ കൽപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ പറയുന്നു, എനിക്കും നിനക്കും വേണ്ടി അതെടുത്ത് കൊടുക്കുവിൻ, അതിലെ ഒരു വലിയ നാണയം. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. ഇങ്ങനെയൊക്കെയുള്ള ഒരു വീക്ഷണം നടത്തുന്ന ക്രിസ്തുവിനെയാണ് നാം പരിചയപ്പെടേണ്ടതും അനുഭവവേദ്യമാക്കി തീർക്കേണ്ടതും. എല്ലാ തലങ്ങളിലും നീതിയും മനസാക്ഷിയും പുലർത്തുന്ന യേശുക്രിസ്തുവിന്റെ അനുഭവതലം. ഇത് നമുക്ക് കരഗതമാക്കി തീർക്കുവാൻ ഇടയാകട്ടെ. ഈ ദിനങ്ങളിൽ ഈ കഷ്ടാനുഭവത്തിന്റെ പങ്കപ്പാടുകളിൽ ക്രൂശ് നന്മയിലേക്കുള്ള വെളിച്ചമാണെന്നും ക്രൂശ് മാറ്റത്തിലേക്കുള്ള വഴിയാണെന്നും തിരിച്ചറിയാൻ കഴിയുമ്പോൾ എന്റെ നായകത്വം ശുശ്രൂഷയുടെ അനുഭവതലങ്ങളിലേക്ക് വഴിമാറും. എന്റെ ജീവിതത്തിന്റെ വലിയ ഭാവം ഒന്നുമില്ലായ്മയുടെ അനുഭവതലങ്ങളിലേക്ക് വഴിമാറും. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവിൻ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവിൻ. എന്താണ് ശിശുവിന്റെ പ്രത്യേകത? നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ കുഞ്ഞിനോടൊന്ന് വഴക്ക് പറഞ്ഞാൽ ആ സമയത്ത് മാത്രം അവന് സങ്കടം കാണും, അല്ലെങ്കിൽ തെറ്റാണെന്ന് ബോധ്യപ്പെടും. അല്പനിമിഷം കഴിയുമ്പോൾ, തൊട്ടടുത്ത നിമിഷം കഴിയുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ വാത്സല്യത്തോടെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ വന്ന് മാറത്തണയുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രം. നൈർമല്യതയുടെ, നിർമ്മലതയുടെ, സ്നേഹത്തിന്റെ, കാപട്യമില്ലാത്ത സ്നേഹത്തിന്റെ ഒരു വലിയ ചിത്രം, സഹനത്തിന്റെ ഒരു ചിത്രം. കുഞ്ഞിനെ പോലെ ആയിത്തീരുക എന്നുള്ളത്, ശിശുക്കളെ പോലെ ആയിത്തീരുക എന്നുള്ളത്. ഈ കുഞ്ഞിന്റെ വാത്സല്യവും സ്നേഹവും അനുഭവിക്കുമ്പോഴാണ് ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ വലിയ പ്രഘോഷകരായി ഞാനും നിങ്ങളും മാറുന്നത്. കഷ്ടാനുഭവത്തിന്റെ നാളുകളിൽ നമുക്കിത് ഉണ്ടാകട്ടെ. നമ്മുടെ മനോഭാവത്തിന്റെ മാറ്റമാണ് നമുക്കിന്ന് ഉണ്ടാകേണ്ടത്. ക്രൂശിലെ പരമയാഗം എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുന്ന ഒരു വലിയ ആഹ്വാനം ഇതാണ്. എനിക്ക് എന്നെ തന്നെ മാറ്റുവാൻ കഴിഞ്ഞുവെങ്കിൽ എനിക്ക് കഷ്ടാനുഭവാഴ്ചകൾ, ഈ നോമ്പിന്റെ അനുഭവങ്ങൾ, നമ്മുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അനുഭവത്തിന്റെ തലങ്ങൾ 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന നല്ല നിലത്ത് വീണ വിത്തിന്റെ ഉടമയായി മാറും. ഇല്ല, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നില്ല എങ്കിൽ പാറസ്ഥലത്ത് വീഴുന്ന വിത്ത് പോലെ, മുള്ളിനിടയിൽ വീഴുന്ന വിത്തുകൾ പോലെ, വഴിയരികിൽ വീഴുന്ന വിത്തുകൾ പോലെ ഞാനും നിങ്ങളും എപ്പോഴും ആയിത്തീരും എന്നുള്ളതാണ് സത്യം. പാറസ്ഥലത്ത് വീഴുന്ന വിത്തിന്റെ വളർച്ച നമുക്കറിയാം. അത് വളരുന്നുണ്ടെങ്കിലും ആഴത്തിൽ വേരിറങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ അതിന് ഈ സമൂഹത്തിനൊന്നും ചെയ്തു കൊടുക്കുവാൻ സാധ്യമാവുകയില്ല. കരിഞ്ഞ് ഉണങ്ങിപ്പോകും. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില അനുഭവങ്ങളുണ്ട്. ഫറവോന്റെ ഹൃദയം പോലെ ഹൃദയം കഠിനമാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ലോകത്തിന് ഒന്നും കൊടുക്കുവാൻ നമുക്ക് സാധ്യമാവുകയില്ല. മനസ്സലിവിന്റെയും ദയയുടെയും അനുകമ്പയുടെയും പരമകാരുണ്യത്തിന്റെയും ഇറ്റില്ലമായി നിലങ്ങളായി നമ്മുടെ ഹൃദയങ്ങൾ മാറുന്നില്ല എങ്കിൽ ഈ ലോകത്തിന് ഒന്നും നമുക്ക് കൊടുക്കുവാൻ കഴിയുകയില്ല.
നാം വസിക്കുന്ന ഭവനത്തിനും നാം ജീവിക്കുന്ന വ്യക്തി ജീവിതത്തിനും ഒന്നും കൊടുക്കുവാൻ കഴിയുകയില്ല. വഴിയരികിൽ വീഴുന്ന വിത്തിന്റെ പ്രത്യേകതയുണ്ട്. എന്താണ് അത്? പറവകൾ കൊത്തിത്തിന്നും എന്നുള്ളതാണ്. ഒരുപാട് സാധ്യതകളാണ് ഈ വിത്തിനുള്ളത്. ഒരുപാട് സാധ്യതകളാണ് ഈ വിത്തിനകത്തുള്ളത്. ഒരു ചെടിയായി മരമായി ഒക്കെ വളരാനുള്ള സാധ്യതകൾ, അനേകർക്ക് ഉപകാരമായി തണലായി നിഴലിക്കുവാനുള്ള സാധ്യതകൾ, ആ സാധ്യതകൾ വികസിപ്പിച്ചെടുക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ വിത്തിനകത്ത്, ചെറിയ വിത്തിനകത്തുണ്ട്. പക്ഷെങ്കിൽ അത് ചെന്ന് വീഴുന്ന സ്ഥലവും ഉപയോഗിക്കപ്പെടുന്ന മനോഭാവങ്ങളുമാണ് അതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായി നിൽക്കുന്നത്. എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടുതരണമെന്ന് ദൈവം പല പ്രാവശ്യം മോശയോടും മോശ മുഖാന്തരവും ഒക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഫറവോനോട്. ആദ്യം കേൾക്കും, വിട്ടയക്കാമെന്ന് പറയും. പക്ഷെങ്കിൽ വീണ്ടും കഠിനമാകും. അവസാനം ബാധകൾ ഓരോന്നോരോന്നായി വരികയാ. സംഹാരദൂതൻ വന്ന് ഈ സംഹാര താണ്ഡവമാടുകയാണ് ആ സമൂഹത്തിൽ മുഴുവൻ. അപ്പോഴാണ് അവനൊരു അനുതാപമുണ്ടായി വിട്ടയക്കുന്നത്. വീണ്ടും കഠിനമാവുകയാണ് ഹൃദയം. ചെങ്കടലിന്റെ മധ്യത്തിൽ ഒന്നുമില്ലാതായി താളടിയായി പോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നീ എവിടെ? നിന്റെ സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. കഠിനമായ ഹൃദയത്തിന്റെ ഉടമയായി ജീവിക്കുന്നുവെങ്കിൽ നീ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെ ലഭിക്കുകയാണ്. നീ ചെങ്കടലിന്റെ മധ്യത്തിൽ ആഴ്ന്നിറങ്ങും, സംശയമില്ല. നിന്റെ സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ സാഹോദര്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ, സ്നേഹത്തിന്റെ തലങ്ങളിൽ നിനക്ക് ജീവിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, നീ പാറസ്ഥലത്ത് വീണ വിത്ത് പോലെ വളരും. ആഴത്തിൽ വേരില്ലാത്തത് കൊണ്ട് നീ വാടി തളർന്നു പോകും. ചെങ്കടലിന്റെ മധ്യത്തിൽ നീയും നിലംപരിശാകും. എന്നാൽ മനോഭാവത്തിനൊരു മാറ്റം വന്നപ്പോൾ ചെങ്കടലിന്റെ നടുവിൽ നിന്നും വിളിച്ചെടുത്തവനാണ് ഉടയ തമ്പുരാൻ. ചെങ്കടലിന്റെ നടുവിൽ നിന്നും വിളിച്ചെടുത്തവനാണ് ഉടയ തമ്പുരാൻ. എന്റെ ജനം, എന്റെ സ്വന്തം ജനം, എന്നെ ആരാധിപ്പാനായിരിക്കേണ്ട ജനം, അവരെയാണ് ഞാൻ വളർത്തിയെടുത്തത്. പുതിയ നിയമ ഇസ്രായേലാകുന്ന ഈ സമൂഹത്തിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ സ്വന്തം ജനമായി പേർവഴി ചാർത്തുവാൻ ഇടയായിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ എവിടെയെന്നുള്ള ബോധ്യത്തിനും എന്റെ സഹോദരൻ എവിടെയെന്നുള്ള ചോദ്യത്തിനും ഉത്തരം നൽകുവാൻ നമ്മുടെ ക്രൈസ്തവ ജീവിതം ഉത്തരമായി മാറേണ്ടത്, ഉദാഹരണമായി മാറേണ്ടത്. ക്രൂശ് നന്മയിലേക്കുള്ള വെളിച്ചമാണ്. ഇതിനെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. അനേകരുടെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിലെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ക്രൂശ് സ്വയം ഏറ്റെടുക്കണം. ഒരു സ്ത്രീ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് വേണ്ടി ക്രൂശ് ഏറ്റെടുക്കണം. പുരുഷൻ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് വേണ്ടി ക്രൂശ് ഏറ്റെടുക്കണം. മക്കൾ മാതാപിതാക്കളുടെ നന്മയ്ക്ക് വേണ്ടി ക്രൂശ് ഏറ്റെടുക്കണം. ഓരോരുത്തരും അവരവർക്കുള്ള സാധ്യതകളെ ഏറ്റെടുക്കുമ്പോഴാണ് ക്രൂശിലൂടെ പൂക്കാലം വിരിയുവാൻ ഇടയാകുന്നത്. വാക്കുകൾ ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ഓരോരുത്തരും അവരവരുടെ സാധ്യതകൾ ഏറ്റെടുക്കുമ്പോഴാണ് ക്രൂശിലൂടെ പൂക്കാലം വിരിയിക്കുവാൻ ഇടയാകുന്നത്. കുടുംബത്തിൻ്റെ ഐശ്വര്യമായി, വ്യക്തിജീവിതങ്ങളുടെ സമാധാനമായി നമുക്ക് വളരുവാനും വളർച്ച പ്രാപിക്കുവാനും ഇടവരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ വെളിച്ചങ്ങൾ, മാറ്റങ്ങളുടെ വഴികൾ ഉണ്ടാകുവാൻ കഷ്ടാനുഭവത്തിൻ്റെ നാളുകൾ നമുക്കിടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വചന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു.
കഷ്ടാനുഭവത്തിൻ്റെ നാളുകൾ നമുക്ക് പങ്കപ്പാടിൻ്റെ നാളുകളായി, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പങ്കപ്പാടുകൾ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന പങ്കപ്പാടുകളായി മാറട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട്, ക്രിസ്തു അനുഭവിക്കുന്ന ഓരോ വേദനകളും അവൻ്റെ ശരീരത്തോട് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം എന്നെ കൂട്ടിച്ചേർക്കുവാൻ, ഒട്ടിച്ചു ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണമുള്ള കഷ്ടാനുഭവങ്ങളാണ്, എന്നെക്കുറിച്ചുള്ള കഷ്ടാനുഭവങ്ങളാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ഓർപ്പിക്കട്ടെ. എന്നെ ഒന്ന് മാറ്റിയെടുക്കുവാൻ, യൂദായെ മാറ്റിയെടുക്കുവാൻ പല പ്രാവശ്യം ക്രിസ്തു ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്ക് മനസ്സില്ലാതെ പോയി? യൂദയ്ക്ക് മനസ്സില്ലാതെ പോയി. പത്രോസിനെ മാറ്റിയെടുക്കുവാൻ പല പ്രാവശ്യം യേശുദമ്പുരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ പത്രോസ് കണ്ടെത്തി അനുതാപത്തിന്റെ വഴികൾ. കടലിൽ മേൽ നടന്ന ക്രിസ്തുവിനെ നോക്കാതെ, ചിലപ്പോഴവൻ കടലിലേക്ക് നോക്കിയത് കൊണ്ടാണ് കടലിന്റെ ആഴങ്ങളിലേക്ക് അവന്റെ കാൽ നിപതിക്കുവാൻ ഇടയാകുന്നത്. എന്നാൽ കടലിന്മേൽ നടന്നു വരുന്ന ക്രിസ്തുവിനെ നോക്കിയ പത്രോസിന് അല്പദൂരം കടലിന്മേൽ നടക്കുവാൻ കഴിഞ്ഞു. പത്രോസിന്റെ തെറ്റുകൾ പലപ്പോഴും ആവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ വിശ്വാസക്കുറവ് ഉണ്ടാകുന്നു, അപ്പോഴൊക്കെ ജീവിതം താളടിയായി പോകുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ഈ വിശ്വാസക്കുറവ് ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാനും നിങ്ങളും കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ കർത്താവിനെ തള്ളിപ്പറയുന്നവരാണ്. കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ കർത്താവിനെ തള്ളിപ്പറയുന്നതിന് ഉടമകളായി മാറുകയാണ്. എന്നാൽ കർത്താവിൻ്റെ ആർദ്രതയേറിയ ഒരു നോട്ടമുണ്ട്. പത്രോസിനെ വല്ലാതെ പിടിച്ചുകുലുക്കിയ സംഭവമാണ്. പത്രോസ് അത് കണ്ടിട്ട് ദുഃഖിച്ച്, ഭാരപ്പെട്ട്, നൊന്ത്, കരഞ്ഞ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ കരച്ചിലുകൾ ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക്, വാത്സല്യത്തിലേക്ക് തിരിച്ചു വരുവാൻ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും അനുദിന ജീവിതങ്ങളും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിൽ വലിയവൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളിൽ ഇളയവനാകട്ടെ. നായകനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളിൽ ശുശ്രൂഷകനായി തീരട്ടെ. നമുക്ക് മാറ്റത്തിന് വേണ്ടി ഈ വാക്യത്തെ ഉപയോഗിക്കാം. ക്രിസ്തുവിൻ്റെ ക്രൂശ് എനിക്ക് നന്മയുടെ വെളിച്ചമായി തീരുവാൻ ദൈവമേ ഇന്നത്തെ നാളുകൾ ഇടയാകട്ടെ. ക്രിസ്തുവിൻ്റെ ക്രൂശ് ദൈവമേ മാറ്റങ്ങൾക്കുള്ള വഴികളായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് നല്ല അനുഭവങ്ങൾ പങ്കുചേരുവാൻ നമുക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം ചിന്തിക്കുവാൻ ശക്തി തന്ന കാരുണ്യവാനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ബലഹീനായ എന്നെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.